പുനലൂർ നഗരമധ്യത്തിൽ മോഷണം. മുഖംമൂടി ധരിച്ച കള്ളൻ 3 കടകളുടെ പൂട്ട് പൊളിച്ചു. ഇലക്ട്രോണിക്സ് കടയിലടക്കമാണ് മോഷണം നടന്നത്. 2ാം തവണയാണ് ഇതേ സ്ഥാപനത്തിൽ കള്ളൻ കയറുന്നത്. കള്ളന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, CCTV ദൃശ്യങ്ങളുണ്ട്. അതേസമയം മുഖംമൂടി ധരിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരിക്കുന്നത്. പോലീസ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അതായത് പുനലൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് മാളുകളിലെ 4ഓളം കടകളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മോഷണം നടന്നത്. കടകളുടെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്താണ് ഈ മോഷ്ടാക്കൾ ഉള്ളിൽ കടന്ന് ഇത്തരത്തിൽ വലിയ മോഷണം നടത്തിയത്. ഈ പുലർച്ചെ 2 മണി സമയത്താണ് പട്ടണത്തിലെ ഈ വ്യാപാര സമുച്ചയങ്ങളിൽ വ്യാപകമായ മോഷണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് കടകളിൽ ഈ വാച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ വിൽക്കുന്ന കടകളിലാണ് പൂട്ട് പൊട്ടിച്ചുള്ള മോഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ കടകളിൽ നിന്ന് ഇലക്ട്രോണിക് വസ്തുക്കളും ഒപ്പം തന്നെ പണം ഉൾപ്പെടെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സംഭവത്തെ സംബന്ധിച്ച് പുനലൂർ പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുമ്പും സമാനമായ രീതിയിൽ ഈ കടകളിൽ ഉൾപ്പെടെ തന്നെ വലിയ തോതിലുള്ള മോഷണം ഉണ്ടായിട്ടുണ്ട്. ഈ നിരന്തരമായി രാത്രികാലങ്ങളിൽ ഇങ്ങനെ മോഷണം സംഭവിക്കുമ്പോൾ അത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കയാണ് ഉണ്ടാകുന്നത്. കാരണം വലിയ തോതിൽ പണം ഇറക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപാരം നടത്തുന്നത്. രാത്രികാലങ്ങളിൽ ഒരു സുരക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഇത്തരത്തിലുള്ള പണവും ഇലക്ട്രോണിക് വസ്തുക്കളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പോലീസ് കാര്യക്ഷമമായി പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കള്ളനെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മുഖംമൂടിയിട്ട കള്ളനാണ്. എന്തായാലും സ്ഥലം ഒക്കെ കൃത്യമായി അറിയുന്ന ഈ പ്രദേശത്തുള്ള ആരെങ്കിലുമൊക്കെ തന്നെയായിരിക്കും ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. CCTV കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മോഷണം നടന്നിരിക്കുന്ന കള്ളനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. മുഖംമൂടി ധരിച്ചാണ് അയാൾ എത്തിയത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.